മാർ ജോസഫ് പൗവത്തലിന്റെ സഭാദർശനങ്ങളും സഭാ വിജ്ഞാനീയവും പഠന വിഷയമാക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തലിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ നടന്ന അനുസ്മരണ ദിവ്യബലിക്ക് ശേഷം സന്ദേശം നൽകുകയായിരുന്നു കർദിനാൾ. പൗവത്തിൽ പിതാവിന്റെ അജപാലന ശുശ്രൂഷ വൈദികർക്കും മെത്രാന്മാർക്കും മികച്ച മാതൃക നൽകുന്ന ഐക്കണായി നിലകൊള്ളുമെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ സീറോ മലബാർ സഭയുടെ സൂര്യോദയം പ്രഖ്യാപിക്കാൻ കടന്നുവന്ന ഉഷകാല നക്ഷത്രമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശേഷിപ്പിച്ചിരുന്നു. യുദ്ധം മൂലം വേദന അനുഭവിക്കുന്നവരെ ഓർക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ വീണ്ടും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. നാളുകളായി യുദ്ധം മൂലം വലയുന്ന ജനത്തിനായി ശബ്ദമുയർത്തുകയാണ് ഫ്രാൻസിസ് പാപ്പ. മിക്ക പൊതുസമ്മേളനങ്ങളിലും യുദ്ധത്താൽ വലയുന്ന യുക്രൈൻ, പാലസ്തീൻ, ഇസ്രയേൽ, സുഡാൻ ജനതകൾക്കായി പ്രാർത്ഥിക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. പാപ്പയുടെ പ്രാർത്ഥനകളും പലതും അവസാനിച്ചിരുന്നതും ഈ രാജ്യങ്ങളിലെ ജനങ്ങളെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ടായിരുന്നു. യുദ്ധവും കലഹങ്ങളും അവസാനിക്കാത്ത പരമ്പരകളായി തുടരുന്ന കാലത്താണ് പാപ്പയുടെ സമാധാന സ്ഥാപനത്തിനായുള്ള ആഹ്വാനങ്ങൾ സ്വാന്തനമേകുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി ചെർപ്പുങ്കൽ ഫെറോനയിൽ ഏകദിന ഉപവാസ സമരം നടന്നു. SMYM ചെർപ്പുങ്കൽ ഫെറോനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഏകദിന ഉപവാസ സമരം ഫെറോന വികാരി റവറൻഡ് ഫാദർ ജോസഫ് പാനാമ്പുഴ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുങ്കൽ പള്ളി കവലയിൽ പാലത്തിന് സമീപം ചെർപ്പുങ്കൽ ഫെറോന പ്രസിഡന്റ് ആൻസൺ പി ടോമിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടന്നത്. ഓരോ മനുഷ്യനും തന്നിലേക്ക് തന്നെ പിൻവലിയുന്ന സെൽഫി കൾച്ചറിൽ നിന്ന് പിന്മാറി സാമൂഹിക പ്രശ്നങ്ങളെ പഠിക്കുവാൻ തയ്യാറാകണമെന്നും മനുഷ്യജീവ സംരക്ഷണത്തിന് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഫാദർ ജോസഫ് പാനാമ്പുഴ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. 2 മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മെയ് 5 ദേശീയ പ്രാർത്ഥനാ ദിനമായി പ്രഖ്യാപിച്ച് ദക്ഷിണാഫ്രിക്കൻ സഭ. രാജ്യത്തെ വിവിധ ക്രൈസ്തവ സഭകൾ സംയുക്തമായാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണെന്ന് ദക്ഷിണാഫ്രിക്കൻ കൗൺസിൽ ഓഫ് ചർച്ചസ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ അക്രമാസക്തമായ പൊട്ടിത്തെറികളുടെ വേദനാജനകമായ മുറിവുകൾ ആളുകൾ ഇപ്പോഴും വഹിക്കുകയാണെന്ന് ദക്ഷിണാഫ്രിക്കൻ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ക്രൈസ്തവ കൂട്ടായ്മയുടെ പ്രസിഡന്റും കേപ്പ് ടൗണിലെ ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പായ താബോ മക്ഗോബ പറഞ്ഞു. സൈപ്രസ് ദ്വീപിൽ 3.5 നൂറ്റാണ്ടിന് ശേഷം ലത്തീൻ മെത്രാന്റെ സ്ഥാനാരോഹണം നടന്നു. വിശുദ്ധ നാടിന്റെ ഉത്തരവാദിത്തമുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബേലയിൽ നിന്ന് കപ്പൂച്ചിൻ സമൂഹാംഗമായ മോൺസിഞ്ഞൂർ ബ്രൂണോ വാരിനോയാണ് അഭിഷിക്തനായത്. ദ്വീപിലെ അവസാനത്തെ ലത്തീൻ ബിഷപ്പ് വിടവാങ്ങി 340 വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും ജെറുസലേം ലത്തീൻ പാത്രിയാർക്കീസിന് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു.